അങ്ങനെ 20 ദിവസത്തെ വിൻ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് 2 പേർക്ക് സ്കൂളിൽ പോകണം കേട്ടോ. ഇന്നലെ അരച്ച് വെച്ച മാവൊക്കെ ഇന്ന് വന്ന് രാവിലെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേനും മനസ്സിൽ ലഡു പൊട്ടി മക്കളേ, ഇത് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. മറ്റേത് 2 ദിവസമൊക്കെ വെച്ചിരുന്നാലും പുളിക്കാത്ത മാവായിരുന്നു. ഇപ്പം ദേ നല്ല അടിപൊളിയായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് വന്നതേ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ എന്ന് പേടിച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശമൊക്കെ തണുപ്പ് കുറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. എന്നാലും മൂടൽമഞ്ഞിനൊന്നും ഒരു കുറവില്ല കേട്ടോ. രാവിലെയൊക്കെ നല്ല മൂടൽമഞ്ഞാണ്. അങ്ങനെ 2-3 ദിവസത്തേനുള്ള മാവൊക്കെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇന്നത്തേനുള്ളതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെള്ളം ഇന്നലെ ഉച്ചയായപ്പോൾ തീർന്നതാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ കുറേ തുണികളും ഒക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ അലക്കിയതിന് ശേഷം വെള്ളം അങ്ങ് പെട്ടെന്ന് തീർന്നു പോയി. ഇന്നലെ വൈകിട്ട് വെള്ളം വന്നെങ്കിലും കുറേശ്ശെ വെള്ളമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ വെള്ളം എടുക്കാനൊരു ബുദ്ധിമുട്ട്. രാവിലെ കാരണം എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകേണ്ടത് ആയതുകൊണ്ട് വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും എടുക്കാൻ പോകാൻ ഒരു വഴിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ പച്ചക്കറിയൊക്കെ കഴുകിയിട്ട് പിന്നെ സാമ്പാറാണല്ലോ, അതെനിക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ. ശനിയും ഞായറൊക്കെ അവധി കിട്ടിക്കഴിഞ്ഞ് തിങ്കളാഴ്ച ആകുമ്പം പിന്നെ ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാർ അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. 2-3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് എണീച്ച് വരുമ്പം ഒരു മടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ രാവിലെ റെഡിയാക്കി പിള്ളേരെ പറഞ്ഞു വിട്ടേ.